السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ റമളാനു ഷരീഫിന്റെ പവിത്രമായ ദിനങ്ങൾ ഇനി 4-5 ആണ് ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ നാം ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് കടന്നു വരുന്ന സന്തോഷത്തിന്റെ സുദിനമായ പെരുന്നാൾ സുദിനത്തിൽ രാത്രിയും അതുപോലെ പകലുമൊക്കെ ചെല്ലാനുള്ള ദിക്റുകളും ദുആകളും ഒക്കെ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോകളിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ വളരെ അധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു സംഭവമാണ് കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുക എന്നത്. അതുപോലെ തന്നെ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മുടെ പണങ്ങൾ കൈക്കലാക്കിയിട്ട് അത് തിരികെ ലഭിക്കാതിരിക്കുക എന്നുള്ളതുമൊക്കെ വലിയ മാനസിക പ്രയാസമുണ്ടാകുന്ന സംഭവമാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനൊരു പരിഹാരമായിട്ട് നല്ലൊരു പ്രവൃത്തിയാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കൃത്യമായും ഞാൻ പറയുന്ന രൂപത്തിൽ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്. സുബഹി നിസ്കാരത്തിന് ശേഷം 3 ദിവസം തുടർച്ചയായി വുളൂഓടുകൂടി ഈ പറയുന്ന കാര്യം ചെയ്യുക. ആദ്യം ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 21 വട്ടം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം എന്ന് സ്വലാത്ത് ചൊല്ലുക. അത് കഴിഞ്ഞാൽ അത്തഹിയാത്തിൽ നാം ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്ന സ്വലാത്ത് 7 വട്ടവും ചൊല്ലുക. പിന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 68ാമത്തെ ആയത്തായ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലമ്മാ ദഖലൂ മിൻ ഹൈസു അമറഹും അബൂഹും മാ കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ശൈഅ ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها 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 وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون എന്ന് ഈ രൂപത്തിൽ ഈ ആയത്ത് 7 വട്ടം ചൊല്ലുക. അഥവാ ആ ആയത്ത് തുടങ്ങി ഫീ നഫ്സി യഅഖൂബ ഖളാഹ എന്ന സ്ഥലമെത്തിയാൽ ഖളാഹ എന്ന് മാത്രം 7 വട്ടം ഓതി ശേഷം ലാ യഅലമൂന വരെ പൂർത്തിയാക്കുക. അങ്ങനെ 7 വട്ടം ഈ ആയത്ത് ഓതുക. അതിനുശേഷം 11 വട്ടം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതിയ ശേഷം നിങ്ങൾക്ക് ആരാണോ പണം തരാനുള്ളത് അയാളെ നിങ്ങൾ നേരിട്ട് പോയി കാണുകയോ അയാളെ നിങ്ങൾ ഒന്ന് വിളിക്കുകയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പണം ആവശ്യപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് തിരികെ നൽകാൻ മനസ്സ് കാണിക്കാത്ത അയാളുടെ മനസ്സിന് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ കഴിയുന്നതാണ്.
അത്രയും മഹത്വമുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പ്രവൃത്തി. ഒരു 3 ദിവസം നിങ്ങൾ ചെയ്തു നോക്കുക. കഴിയുമെങ്കിൽ 7 ദിവസം വരെ ചെയ്യാം. 3 ദിവസം ചെയ്യുമ്പോൾ തന്നെ ഫലം കാണും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മുടെ നഷ്ടപ്പെട്ട സമ്പാദ്യങ്ങളൊക്കെ അല്ലാഹു തആല നമുക്ക് തിരിച്ചു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചാനലിൽ വരുന്നതാണെന്ന് ഓർമ്മപ്പെടുത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.